ആളുകൾ മാത്രമേ എന്നെ പഠിക്കാവൂ എന്നാണ് എൻ്റെ സിദ്ധാന്തം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുകയാണ് രീതി. സൂക്ഷിച്ച് നടക്കും, അത്രയേ ഉള്ളൂ. ഒരുപാട് കാലം പഠിപ്പിച്ച സമയത്തൊന്നും ഞാൻ വടി എടുത്തിട്ടില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും കാലമായപ്പോഴാണ് ഒരു വടി എടുത്ത് തുടങ്ങിയത്. അപ്പോൾ തപസ്യ കുടുംബ അംഗങ്ങൾക്ക്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും, വേദിയിലുള്ള ശ്രേഷ്ഠ അതിഥികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വാസ്തവത്തിൽ സമകാലിക കേരളം കണ്ട ഏറ്റവും ബഹുമാന്യനായ സാത്വിക ജീവിതത്തിൻ്റെ ആരൂപം എന്ന് പറയാവുന്ന പ്രൊഫസർ വിശ്വംഭരൻ്റെ പേരിൽ ഉള്ള ഈ പുരസ്കാരം നിങ്ങളുടെ എല്ലാവരുടെയും മഹനീയ സാന്നിധ്യത്തിൽ കേരള ഭാഷയുടെ മാർഗനിർദ്ദേശക സമിതിയുടെ അധ്യക്ഷനും അനുഗ്രഹീത കവിയുമായ ശ്രീ ജോയ് വാഴയിൽ അവകളിൽ നിന്ന് സ്വീകരിക്കുന്നത് എനിക്ക് വളരെ അധികം ചാരിതാർത്ഥ്യം നൽകുന്നു. ജന്മം ഇന്ന് മഹിതമായി നിൻ മഹിത വരബലാൽ എന്ന് പാടാനാണ് എനിക്ക് തോന്നുന്നത്. കഥകളി പാടുക, അതുകൊണ്ട് ആർക്കും പരിചയം ഉണ്ടാവുകയില്ല. എങ്കിലും നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ ഇപ്പോൾ സംസ്കൃതം കൊണ്ട് മലയാളത്തിന് സംഭവിച്ചിരിക്കുന്ന അപകടത്തെ പറ്റി ഇവിടെ പരാമർശിക്കുകയുണ്ടായി. സംസ്കൃതം ഇല്ലായിരുന്നുവെങ്കിൽ കഥകളി എന്നൊരു വാക്ക് ഉണ്ടാകുമായിരുന്നില്ല. കഥ സംസ്കൃതമാണ്, കളി മലയാളമാണ്. സംസ്കൃതവും മലയാളവും കൂടി മനോഹരമായിട്ട് ഒത്തുചേർന്നിട്ടാണ് നമ്മുടെ സമ്പന്നമായ സാഹിത്യം ഉടലെടുത്തത്. ഇത് ഒരാളുടെ ഇഷ്ടമോ ഒന്നുമല്ല, ഒരു വ്യക്തിയുടെ ഇഷ്ടമല്ല, ഒരു സമൂഹത്തിൻ്റെ സവിശേഷതയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ കൈലാസജലേ കോടി സൂര്യശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം നിജഭർത്താരം ഫലലോചനം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ എന്ന് എഴുതിയത് കൊണ്ടാണ് മലയാളത്തിൻ്റെ പിതാവ് എന്ന് എഴുത്തച്ഛനെ ആളുകൾ ബഹുമാനപൂർവ്വം പറയാറുള്ളത്. പിതാവ്, മലയാളത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ അച്ഛനാണ് എന്ന് ചില മുഖ്യമന്ത്രികൾ വിശ്വസിച്ചു പോകുന്നു. അപ്പോൾ ഇവര് നമ്മുടെ ചില പ്രശസ്തരായിട്ടുള്ള സാംസ്കാരിക നായകന്മാര് ഡൽഹിയിൽ പോയി മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ശ്രേഷ്ഠ ഭാഷ എന്ന പദവി ലഭിക്കണം എന്ന് വാദിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പുരസ്കാര ഈ ശ്രേഷ്ഠ ഭാഷാ പദവി നിർണയിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിനെ ഉപദേശിക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസറായ കൃഷ്ണമൂർത്തി ആയിരുന്നു. അദ്ദേഹം ചോദിച്ചു, ആരാണ് നിങ്ങളുടെ ഭാഷയുടെ പിതാവ്? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ ഡേറ്റ് എന്താണ്? അത് 16-ാം നൂറ്റാണ്ട്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ബാബ, you have spoiled your case because you say the father of your language is
എഴുത്തച്ഛൻ, ആൻഡ് ഹിസ് ഡേറ്റ് ഈസ് 16th century. ഹിയർ, ഇവിടെ ഒരു ഭാഷയ്ക്ക് 2000 കൊല്ലമെങ്കിലും പഴക്കം വേണമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്, നിശ്ചയിച്ചിരുന്നത്. പിന്നെ 1500 വേണം എന്ന് അവർ പിന്നെ ഇത്തിരി ഇളവ് നൽകി. നിങ്ങൾ പറയുന്നു 16ാം നൂറ്റാണ്ടില് മുതലേ നിങ്ങളുടെ ഭാഷ ഉണ്ടായുള്ളൂ എന്ന്. ഹാവ് യു റെഡ് എനി ഓഫ് പ്രൊഫസർ പ്രബോധചന്ദ്രൻ നായേഴ്സ് വർക്ക്സ്? ഇല്ല. Why Prabodhachandran Nair is not here in this deputation എന്ന് അവർ ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടുന്ന് പോയ ഒരാൾ, he is not a മലയാളം പ്രൊഫസർ. അല്ല, ഞാൻ മലയാളം പ്രൊഫസറായിരുന്നു. വൈസ് ചാൻസലർ എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. എനിക്ക് മലയാളം ഡിപ്പാർട്ട്മെന്റിലോ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലോ ഏതിൽ വേണം നിയമനം എന്ന് KCKE രാജ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് ഞാനത് വിട്ടുകൊടുത്തു. അദ്ദേഹം പറഞ്ഞു, യങ് മെൻ ഹു give importance to the advice of elders are very rare. You are one among such rare specimens. എന്ന് പറഞ്ഞു. To teach Malayalam there are umpteen scholars, but to teach linguistics, the selection committee has stated that you are the only person. വേറെ ആരെയും അവര് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വൈസ് ചാൻസലർ പറഞ്ഞു, നിങ്ങളിപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ലെക്ചറായിട്ട് ചേരുന്നില്ലെങ്കിൽ ഞങ്ങളാണ് വിഷമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇനിയും ഈ പോസ്റ്റ് അഡ്വർടൈസ് ചെയ്യേണ്ടി വരും, ആളുകളൊക്കെ വേറെ വരും. അതുകൊണ്ട് നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് ലെക്ചറാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ലിംഗ്വിസ്റ്റിക്സ് ലെക്ചറായി എന്നേ ഉള്ളൂ. അല്ലാതെ മലയാളം ലെക്ചറോ ആകാമായിരുന്നു. പക്ഷേ അവർ കൃഷ്ണമൂർത്തി ചോദിച്ചു, ഡു യു മീൻ ദാറ്റ് പ്രൊഫസർ പ്രബോധചന്ദ്രൻ നായർ ഡസ് നോട്ട് നോ മലയാളം? അപ്പോൾ പിന്നെ അതിന് മൗനമായിരുന്നു ഇവരുടെ മറുപടി. ഇവിടെയുള്ള സാംസ്കാരിക നായകന്മാര് എന്നെ വിലയിരുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിച്ചത്. ആരോടും ഒരു പരിഭവവുമില്ലാതെയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ശരിക്കും തുറവൂർ വിശ്വംഭരൻ എന്ന മഹാമനീഷിയെ എനിക്ക് 2 സന്ദർഭത്തിൽ മാത്രമേ അടുത്ത് പെരുമാറാൻ സാധിച്ചിട്ടുള്ളൂ. ഒന്ന്, പകൽക്കുറി അമൃത വിദ്യാലയം. അവിടെ ഞങ്ങളെ 2 പേരെയും ബഹുമാനപൂർവ്വം സ്വീകരിച്ച് മാതാ അമൃതാനന്ദമയിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് പാദപൂജ ചെയ്യുക ഉണ്ടായി. അപ്പോൾ പ്രൊഫസർ വിശ്വംഭരൻ എൻ്റെ ഇടതു ഭാഗത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബഹുമാനം ഞങ്ങൾക്ക് കിട്ടി. അതിനു ശേഷം ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയുടെ ഹാളിൽ വെച്ച് സഭാപതി എന്നൊരു ബഹുമതി എനിക്ക് നൽകപ്പെടുകയുണ്ടായി. അത് ശ്രീ പരമേശ്വരിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അന്ന് എന്നെ പരിചയപ്പെടുത്തിയത്, സദസ്സിനെ പരിചയപ്പെടുത്തിയത് തുറവൂർ വിശ്വംഭരൻ ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ സമ്മേളനം എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം സംസാരിച്ച അവസരത്തിൽ അദ്ദേഹം എൻ്റെ അടുക്കെ പറഞ്ഞു, അതിവിടെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ജോയ് വാഴയിൽ സൂചിപ്പിച്ച ഈ വൈഖരി എന്നതിനെ പറ്റിയാണ്. വൈഖരി എന്ന് ഞങ്ങൾ പറയുന്നത് ഇന്നൊന്നാണ്. ഭർത്തൃഹരിയുടെ വാക്യപതിയത്തിനൊക്കെ ഇതുണ്ടല്ലോ. സാറെന്ന് പറയുന്നു, എന്താണ് ഇതിന് കാരണം? അപ്പൊ ഞാൻ പറഞ്ഞു, അഷ്ടസ്ഥാനേഷു വൈഖരി എന്നും കൂടി പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഈ സ്ഥാനങ്ങൾ? നമ്മുടെ ഉച്ചാരണ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ചുണ്ടാണ്, അതിൻ്റെ പുറകിൽ പല്ലാണ്, പിന്നെ അതിൻ്റെ പുറകിൽ മോണയാണ്, അതിന് പുറകിൽ താലുമാണ്. അങ്ങനെ പോകും. അങ്ങനെ കൃത്യമായിട്ട് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 8 സ്ഥാനങ്ങളുണ്ടാകും. അപ്പോൾ ഇതാണ്, ഈ സ്ഥാനങ്ങൾ ആണ് ഓരോ സ്വനവും
ഞാൻ അക്ഷരം എന്ന് പറയൂല. ഓരോ സ്വരവും പുറപ്പെടുന്നതിന് മനുഷ്യന് കഴിവുണ്ടാക്കുന്നത് ഈ സ്ഥാനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുമ്പോഴാണ്. ഇപ്പൊ നാവിൻ്റെ തുമ്പ് പല്ലിച്ചെന്ന് തൊട്ട് കൊണ്ട് ഉച്ചാരണം നടന്നാലേ നല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് നാവിൻ്റെ തുമ്പ് പല്ലിൻ്റെ പുറകിലുള്ള മോണയിലാണ് ചെന്ന് തൊടുന്നത് എങ്കിൽ അത് ന എന്നായി പോകും. അപ്പോൾ നല്ല എന്ന് മലയാളി ഒരിക്കലും പറയുകയില്ല, നല്ല എന്ന് പറയുകയില്ല. നാരായണ എന്ന് ഒരു കുട്ടി പാടി തുടങ്ങിയാൽ ഉടനെ ഞാൻ ചോദിക്കും, ആരാ പഠിപ്പിച്ചത്? അപ്പോൾ ഗോമതി അമ്മ ടീച്ചറാണ്. ഗോമതി അമ്മ ടീച്ചർ പഠിപ്പിച്ച നാരായണ എന്ന് പറയാൻ സാധിക്കുകയില്ല, നാരായണ എന്നാണ്. അപ്പോൾ ഫൊണറ്റിക്സ് എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയുമേ ഉള്ളൂ. ഇത് ശിക്ഷ എന്ന് പറയുന്ന വേദാംഗത്തിൽ പഠിപ്പിക്കുന്നത് ഇതാണ്ട് മാത്രമാണ്. നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അറിയാമല്ലോ, 5000 കൊല്ലത്തോളം എഴുതാതെ എന്താ ഗുരുമുഖത്ത് നിന്ന് ചെവിയിലേക്ക്, ശിഷ്യന്റെ ചെവിയിലേക്ക് പകർന്നു കൊടുത്തത് അങ്ങനെ തന്നെ ശിഷ്യന്റെ മസ്തിഷ്കത്തിൽ പതിഞ്ഞിട്ട് അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്ത പാരമ്പര്യമാണ് നമ്മുടെ. ഇതാണ് ഗുരുശിഷ്യ ബന്ധം. ഭാരതീയ പാരമ്പര്യം അതിന്, അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിന് മറ്റ് സംസ്കാരങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം എന്താണ് എന്ന് ഷിക്കാഗോ ഗീതാമണ്ഡലത്തിൻ്റെ ഒരു വലിയ യോഗത്തിൽ വെച്ച് ഒരു കുട്ടി എണീറ്റ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനവും പ്രകടവുമായ ഭാരതീയ സംസ്കാരത്തിൻ്റെ സവിശേഷത ഗുരു പരമ്പരാ സങ്കല്പം ആണ്. ഗുരുപരമ്പരയെ പറ്റിയുള്ള സങ്കല്പം അത് വളരെ സുദൃഢമാണ്. ഇപ്പൊ കലാമണ്ഡലത്തില് എല്ലാവരും കളി എടുത്തിട്ട് ആദ്യം ഗുരുവിന്റെ കാൽ തൊട്ട് നമസ്കരിക്കും. കാല് തൊട്ട് നമസ്കരിക്കുന്നത് തന്നെ ഇങ്ങനെ വേണം, അല്ലാതെ വെറുതെ കാലിൽ തൊടുന്നതായിട്ട് അഭിനയിച്ചാൽ അത് ശരിയാവുകയില്ല. പലരും എൻ്റെ തൊടയിലൊക്കെയാണ് തൊടാറുള്ളത്. എന്നിട്ട് ഒരു കൈ കൊണ്ട് തൊടും, എനിക്ക് മൊത്തത്തിൽ കഷ്ടം തോന്നുകയും ചെയ്യും. എൻ്റെ ഊർജം ശരിക്കും എൻ്റെ വലത് കാല് കൊണ്ട് കാലിലൂടെ ഗുരുവിൻ്റെ വലത് കൈയിൽ കൂടി ഗുരുവിന് പകർന്ന് കിട്ടണമെങ്കിൽ, ശിഷ്യന് പകർന്ന് കിട്ടണമെങ്കിൽ എൻ്റെ വലത് കാല് ഗുരു ശിഷ്യൻ വലത് കൈ കൊണ്ട് തൊടണം. അതുപോലെ എൻ്റെ ഇടത് കാലിൽ ഗുരുവിൻ്റെ ഇടത് കൈ, അല്ല ശിഷ്യൻ്റെ ഇടത് കൈ കൊണ്ട് തൊടണം. അതാണ് പാരമ്പര്യം. ഇത് സംഗീതം പഠിക്കുന്നിടങ്ങളിൽ, അതേപോലെ നൃത്തം പഠിക്കുന്നിടങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷേ കെമിസ്ട്രിയോ ഇംഗ്ലീഷോ ഫിസിക്സോ ബോട്ടണിയോ ലിംഗ്വിസ്റ്റിക്സോ ഒക്കെ പഠിക്കുന്ന ഒരിടത്തും ഈ ഗുരുവിനെ ബഹുമാനിക്കുന്ന സ്വഭാവമില്ല. എന്ന് മാത്രമല്ല, പലതരം കുരുത്തക്കേടുകളും കൊണ്ടതാണ്. ഈ ഗുരുത്വം ഇല്ലാത്തതിനാണ് കുരുത്തക്കേട് എന്ന് പറയുന്നത്. ഗുരുത്വം എന്നുള്ളത് മലയാളി എത്ര മനോഹരമായിട്ട് ആ ഗു എന്നുള്ളത് മാറ്റി കൂ ആക്കി എന്ന് നോക്കുക. കുരുത്തം ഒന്നേ തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ വെറും കുരുത്തക്കേടല്ല, ഗുരുത്തം കേട്ടവൻ എന്ന് വരെ നമ്മൾ പറയും. ആ കുരുവിനെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2 തവണ നമ്മൾ ആ കുരു പറയുന്നത്. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഇടത് കാലിൽ തൊടണം, വലത് കാലിൽ തൊടണം എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ സുഷുമ്ന നാഡിയുണ്ട്. ആ സുഷുമ്ന നാഡിയുടെ ഇടത് ഭാഗത്ത് നട്ടലിൽ കൂടി മൂലാധാരത്തിൽ നിന്ന് അങ്ങ് ബ്രഹ്മാനന്തരം വരെ പോകുന്ന ഒരു നാഡിയാണ് സുഷുമ്ന നാഡി. അതിൻ്റെ ഇടത് ഭാഗത്ത് ഇടം, വലതു ഭാഗത്ത് പിങ്കള. അപ്പൊ ഈ എൻ്റെ പിങ്കള നാഡിയും ശിഷ്യന്റെ പിങ്കള നാഡിയും തമ്മിൽ ബന്ധമുണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വലത് കൈയും വലത് കാലും തമ്മിൽ ബന്ധം പറയുന്നത്. അതേപോലെ എൻ്റെ പിങ്കള നാഡിയും അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്റെ ഇടാനാടിയും തമ്മിലാണ് ബന്ധം. അല്ല
വാടിക്കുഴഞ്ഞു പോകും. ഈ ഊർജ പ്രസരണം എന്ന് പറയുന്നത് നടക്കുകയില്ല. ഈ സങ്കല്പം ഭാരതത്തിലുണ്ട്, ഇപ്പോഴും. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദ് ആചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര. നമ്മുടെ ജ്ഞാന സംക്രമണം ഉണ്ടല്ലോ. ഈ ജ്ഞാന സംക്രമണം എന്ന് പറയുന്നത് ഒരു തലമുറ ആർജിച്ചിട്ടുള്ള ജ്ഞാനം അടുത്ത തലമുറയിലേക്ക് കടന്നു പോകുന്നത് എങ്ങനെ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ആദിയായ ഏറ്റവും പഴയ ഗുരു എന്ന് പറയുന്നത് ജ്ഞാനമുദ്ര. ഇതാണ് ജ്ഞാനമുദ്ര. ജ്ഞാനമുദ്ര പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന സദാശിവനാണ്. സദാശിവൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ശിവൻ എന്ന് വെറുതെ പറയും, പക്ഷെ സദാ എപ്പോഴും ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം. ആ സദാ മംഗളമൂർത്തിയായിരിക്കുന്ന ഇദ്ദേഹമാണ്, ശിവനാണ് ജ്ഞാനമുദ്ര പിടിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ് വ്യാകരണത്തിൻ്റെ കുലപതി, അദ്ദേഹമാണ് നൃത്തത്തിൻ്റെ, അദ്ദേഹമാണ് സംഗീതത്തിൻ്റെ. അതുകൊണ്ടാണ് നാദതനു അനിശം എന്ന് മുത്തുസ്വാമി ദീക്ഷിതർ പാടിയത്. ഓട്ടെ, ശിവനിൽ നിന്ന് തുടങ്ങി ശ്രീ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളാകുന്ന ലോക്കറ്റിൽ വരെ എത്തിയിട്ട് ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകനിൽ വന്ന് അവസാനിക്കുന്ന ഒരു മാലയാണ്. ശിവനിൽ നിന്ന് തുടങ്ങി ശങ്കരാചാര്യ സ്വാമികളാകുന്ന മധ്യമണിയിൽ കൂടി ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവുണ്ട്. ആ ഗുരുവിലത്തിൽ നിൽക്കുന്ന ഒരു ഗുരു പരമ്പരാ സങ്കല്പമുണ്ട്. ഭാരതീയ വിജ്ഞാന സംക്രമണം എന്ന് പറയുന്ന പരിപാടി. ലണ്ടനിൽ എൻ്റെ രണ്ടാമത്തെ PhD-ക്ക് എൻ്റെ സൂപ്പർവൈസിംഗ് ടീച്ചറായിരുന്ന പ്രൊഫസർ എമിലി വിറ്റ്ലി അവരെന്നോട് പറയും, ഡോക്ടർ നായർ, ഡോണ്ട് ബി വെരി ഫോമൽ, യു കൻ കോൾ മീ എമിലി, എന്നെ എമിലി എന്ന് വിളിച്ചോളൂ എന്ന് പറയും. എമിലി എന്നുള്ളത് അവരുടെ ആദ്യത്തെ പേരാണ്. ഞാൻ എമിലി എന്ന് വിളിക്കാൻ എൻ്റെ നാവ് പൊങ്ങുമില്ല. എളംകുളം കുഞ്ഞമ്പിള്ള എന്ന് പറയാൻ എൻ്റെ നാവ് പൊങ്ങുമില്ല. എളംകുളം കുഞ്ഞമ്പിള്ള സാറെന്ന് ഞാൻ പറയുള്ളൂ. അതേപോലെ എമിലി എന്ന് ഞാൻ വിളിക്കുന്നത് വേണമെങ്കിൽ എൻ്റെ ഗേൾഫ്രണ്ടിനെ വിളിക്കാം, അല്ലാതെ ഗേൾഫ്രണ്ടിന് ഒരു സാധ്യതയുമില്ലാതെയാണ് ഞാൻ ഇംഗ്ലണ്ടിൽ താമസിച്ചത്. എൻ്റെ സഹധർമ്മിണി നിരന്തര സഹധർമ്മിണി ആയ ഒരു ഗേൾഫ്രണ്ടോട് കൂടിയാണ് ഞാൻ ലണ്ടനിൽ താമസിച്ചത്. എങ്കിലും തമാശയ്ക്ക് ഞാൻ പറയും, നേരാവണ്ണം ഫൊണറ്റിക്സ് പഠിച്ചില്ല എങ്കിൽ ഗേൾഫ്രണ്ട് പോലും അകന്നു പോകും. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, അയാൾ ഒരു പെൺകുട്ടിയായിട്ട് പരിചയമായി. അവളുടെ പേര് സൂസൻ എന്നാണ്. അപ്പോൾ ഇയാൾക്ക് സാ പറയാൻ അറിഞ്ഞുകൂടാ. അയാൾ പറയുമ്പോൾ ജൂജൻ എന്നായി പോകും. ഈ സോഷ്യോളജി എന്ന് പറയുന്ന ചില പ്രൊഫസർമാർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഐ എം ടീച്ചിങ് സോഷ്യോളജി എന്ന് പറയുള്ളൂ. അപ്പോൾ ഇയാൾ അതുപോലെ ആ പ്രദേശത്ത് നിന്ന് വന്ന ആളാണ്. അയാൾക്ക് സാ പറയാനൊക്കില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു, ഇങ്ങനെ പറയുന്നു, സി ഐ എം സൂസൻ നോട്ട് ജൂലൻ എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു, ഡിക്ഷണറിയൊക്കെ നോക്കി പ്രൊനൗൺസിയേഷൻ പഠിച്ചു. എന്നിട്ട് സൂ എന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ സൂസനെ മോഹനായിട്ട് വിളിക്കുന്നത് സൂ എന്നാണ്. ഈ സൂ എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ അവള് പറഞ്ഞു, മൈൻഡ് യു, ഐ ആം ടെല്ലിങ് യു വെരി ഫ്രാങ്ക്ലി, ഐ ആം നോട്ട് എ സൂ. അപ്പോൾ അയാൾ എൻ്റെ അടുക്ക വന്നു, പ്രൊഫസർ നായർ, ഡോക്ടർ നായർ, ഐ ആം ഇൻ എ റിയൽ ഡിഫിക്കൽട്ടി, മൈ ഗേൾ ഫ്രണ്ട് ഈസ് എക്സ്ട്രീംലി ആംഗ്രി വിത്ത് മീ. ഞാൻ ചോദിച്ചു, കാര്യം എന്താ? എനിക്ക് അവളുടെ പേര് ശരിക്കും ഉച്ചരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ എളുപ്പമല്ലേ, ഫോണറ്റിക്സ് പഠിച്ചാൽ ഗേൾ ഫ്രണ്ട്സ് ഒന്നും കടങ്ങി പോകില്ല, ഞാൻ പഠിപ്പിക്കാം. സായും സായും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം വളരെ പ്രധാനമാണ്. ഇതൊക്കെ നമ്മുടെ ശിക്ഷയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തത്, ഇവിടെ നിന്ന് ഇത് മുഴുവൻ സംസ്കൃതത്തിലുള്ളത് പഠിച്ച് അവർ പിന്നീട് ലോകം മുഴുവനും പ്രചരിപ്പിച്ചു. അങ്ങനെ ലണ്ടൻ
ഫൊണറ്റിക്സിൻ്റെ അന്താരാഷ്ട്ര തലസ്ഥാനമായി തീർന്നു. അപ്പം നമുക്കെന്താണ് പറ്റിയത്? നമുക്ക് ഇവിടുത്തെ അറിവ് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അതാണ് കാര്യം. അപ്പോൾ പ്രൊഫസർ വിശ്വംഭരൻ എന്നോട് ചോദിച്ചത് ഇതാണ്, എന്താണ് ഈ അഷ്ടസ്ഥാനേഷു ഈ വൈഖരി എന്നുള്ളത്? അത് ഇതൊക്കെയാണ് കാര്യം ക്ലിയറായി. അപ്പം ഇങ്ങനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മഹാഭാരതത്തെ പറ്റിയുള്ള ഈ ടി വിയിൽ അന്ന് നിരന്തരം വന്നുകൊണ്ടിരുന്ന ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് അത്രമാത്രം അറിവിൻ്റെ ആരൂപം എന്ന് പറയാവുന്ന പ്രൊഫസർ വിശ്വംഭരൻ, തുറവൂർ വിശ്വംഭരൻ്റെ പേരിലുള്ള ഈ അവാർഡ് എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അവാർഡ് അതിനേക്കാൾ എത്രയോ വലിപ്പമുള്ള അവാർഡാണ് എനിക്ക് എൻ്റെ 28ാം വയസ്സിൽ എനിക്ക് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് കിട്ടിയത്. ഇംഗ്ലണ്ടിൽ 3 കൊല്ലത്തിൽ കൂടുതൽ എൻ്റെ സഹധർമ്മിണിയോടൊപ്പം എനിക്ക് താമസിക്കാൻ സാധിച്ചു. അവിടെ ഇംഗ്ലണ്ടിലും യൂറോപ്പിലുമുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള ലിംഗ്വിസ്റ്റിക്സും ഫൊണറ്റിക്സും ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോകാൻ സാധിച്ചു. അതിനൊക്കെ എനിക്ക് സാധിച്ചത് വെറും ഒരു സാധാരണ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ മകൻ മാത്രമായ ഞാൻ. എനിക്കിതൊക്കെ സാധിച്ചത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വഴിക്കല്ല ഈ, പക്ഷേ സമയമാകുമ്പോൾ അങ്ങനെയുള്ള എൻ്റെ അടുക്കൽ വന്നിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ച് കഞ്ഞിട്ട് കഴിയും എന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അതുപോലെ അത്രയും മഹത്തായിട്ടുള്ള ഒരു സമ്മാനമാണ്, ഒരു ആദരവാണ് എനിക്കിപ്പോൾ ഇവിടെ ഈ സദസ്സിൽ നിങ്ങളുടെ എല്ലാം മഹനീയ സാന്നിധ്യത്തിൽ വെച്ച് ലഭിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആകാശങ്ങളെ അന്തരാശികളോടും ഭക്ഷിക്കും ആകാശമായി ഈ കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി ലോകാനുഗ്രഹ ഇതിന് നമസ്കാരം നമസ്കാരമേ എന്നു വന്ദനം സനാതന അനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ച ആദിഗന്ധമം പ്രഭാവമേ എന്നും ഒക്കെ കവികളെ പോലെ കവികളോട് പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തിവിശേഷങ്ങൾക്ക് ഉള്ളിൽ തട്ടിയിട്ടുള്ള വരികൾ ഓർത്തുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിൽക്കാനും നിങ്ങളോടൊപ്പം എൻ്റെ ആശയങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കാനും സാധിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഞാൻ എൻ്റെ സംസാരം നീട്ടാൻ പാടില്ല.